SIT ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് അവസാനത്തെ സ്ഥിതിവിശേഷം. സർ, ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം ഒന്ന് വിവരിക്കാമോ? അല്ലേ, ഇപ്പം സ്വർണ്ണക്കൊള്ളയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഡെയിലി സ്വർണ്ണക്കൊള്ളയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള എനിക്കൊന്ന് മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഇനി ഇത് കേൾക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് ജനവും മാറിയിട്ടുണ്ടെന്ന് സംശയം. കാരണം ഇതിങ്ങനെയൊക്കെ ആയി തീരത്തുള്ളൂ. ഇത് യഥാർത്ഥ പ്രതികളൊന്നും വെളിയിൽ വരുന്ന അവസ്ഥയില്ല. പോയതൊക്കെ പോയി, ഇനിയും അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നുവെന്ന് ഞാൻ കരുതാം. അപ്പം മുരാരി ബാബുവിന് ജാമ്യം കിട്ടി, അടുത്ത പോറ്റിക്ക് ഉടനെ ജാമ്യം കിട്ടും. ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കാത്തപ്പോഴാണ് അവർക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അനുമതിയുള്ളത്. അങ്ങനെയാണ് കോടതിയുടെ ഒരു നിയമാവലി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്കെല്ലാം കൂട്ടുന്നതായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിനകത്ത് ഒരുപക്ഷെ ഈ പോറ്റിയെയും തന്ത്രിയെയും അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്കകത്ത് ഗൂഢാലോചനയിൽ ഉപയോഗിച്ച രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ആൾ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഈ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പപ്പനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞതിനകത്ത് പ്രതിപക്ഷം പറയുമ്പോൾ നമ്മൾ അതിനകത്തൊരു കാര്യമുണ്ട്. പപ്പൻ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ വാസുവും പപ്പനും ഇന്നലെ മുഖ്യമന്ത്രിയാണ് അവിടെ സെക്രട്ടേറിയറ്റ് പങ്കെടുത്തത് പത്തനംതിട്ടയിൽ. ആ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞണക്കെ പോലും ഈ പപ്പനെതിരെ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറായിട്ടുണ്ട്. അതായത് ഒരു സാമ്പത്തിക അഴിമതിക്കകത്ത് കോടതി നിരീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അലിഗേഷൻ ഉണ്ടെന്ന് കാണുകയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കാണുകയും ആ കുറ്റക്കാരനാണെന്ന് കണ്ട ആളിനെ പിടിച്ച് അകത്തിടുകയും അകത്തിട്ടണക്ക് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഉത്തരവാദിത്വം, നിസ്സാരമല്ല, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം സെക്രട്ടേറിയറ്റിലും വന്നു. ഈ പ്രാവശ്യം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വരുമായിരുന്നു. വരാതിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജ് എന്ന് പറയുന്ന വീണ ജോർജ് അല്ലെ മന്ത്രിയെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തതിനകത്ത് ഒരു വിമർശനം നടത്തിക്കൊണ്ട് മാറ്റി നിർത്തി. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടപടി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ എടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലെ ആ ഒരു ഇത് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല. അത് CPM എത്ര വിശദീകരിക്കുമ്പോഴും അയാളെ സംരക്ഷിക്കുന്നതിനകത്ത് ഒരുപക്ഷെ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പറയണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന തിട്ടൂരമുള്ള പലതും വെളിയിൽ വരുമോ എന്ന് ഭയം കൊണ്ടാവും. അതായത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമോ ഈ പറയുന്ന പപ്പൻ അല്ലെങ്കിൽ വാസു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അതിന് കുറ്റം പറയാനുള്ളത്. ഇപ്പം ഏറ്റവും അവസാനം ഈ ഒരു പ്രതിക്കെതിരെ ഒരു കുറ്റം ചുമത്തുന്നു, ഇവർക്കെതിരെയുള്ള കുറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അവിടുന്ന് കൊള്ളയടിക്കാൻ വേണ്ടി പറഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാണെന്ന് വ്യാജേന രേഖയുണ്ടാക്കി അത് വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഉണ്ടാക്കി അത് പരിശോധിക്കാൻ യോഗ്യതയുള്ളവർ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിച്ച് അതിനകത്ത് കൂടുതൽ തിരുത്തൽ വരുത്തി, ഒരുപക്ഷെ തിരുത്തിയിട്ട് വരെ ഉണ്ടെന്നാണ് ഈ പറയുന്ന SIT തിരുത്തൽ വരുത്തി അതിന് സാധ്യത ഉണ്ടാക്കി കൊടുത്തു. അതായത് റെക്കോർഡ് ഉണ്ടാക്കി. അതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അപ്പോൾ അതിൻ്റെ മിനിറ്റ്സ് ഉണ്ടാവണം, അത്തരത്തിൽ റെക്കോർഡ് ഉണ്ടാവണം. ഇത് ബോധ്യപ്പെട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കേസ് എടുത്തിട്ടുള്ളത്. ഇത് കോടതിയിൽ വരുമ്പോൾ ഈ ബോധ്യപ്പെടുന്ന കാര്യത്തിനകത്ത് തെളിവുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മിനിറ്റ്സ് ഏത് കാലത്താണ് രേഖപ്പെടുത്തിയത്, ആരാണ് ഇതിനകത്ത് ഒപ്പിട്ടിട്ടിരിക്കുന്നത്, ഇതിന് സാധ്യതയുണ്ടോ, ഇത് വ്യാജമാണോ, ഇത് ഒപ്പിട്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലുള്ള പ്രതിയാണോ എന്നുള്ളതൊക്കെ രീതിയിലേക്ക് വരണമല്ലോ. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരന്വേഷണം അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള അതിൻ്റെ തെളിവ് ശേഖരണം, അതായത് ഇത് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. കാരണം ഒരാളെ കയ്യക്ഷരം പരിശോധിക്കണം, അയാളുടെ ഒപ്പ് പരിശോധിക്കണം, ഇതിനൊക്കെ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. ഈ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു പക്ഷേ കോടതി പോലും ഒരു തെളിവുമില്ലാഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കാരൻ ജാമ്യത്തിന് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മുരാരി ബാബു അല്ലെങ്കിൽ ഈ പറയുന്ന വാസുവിൻ്റെ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നിന്ന് എടുത്ത് ഫയലെടുത്ത് മുഖത്തെറിഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു തെളിവില്ലാതെ അല്ലെങ്കിൽ തെളിവെന്ന് പറഞ്ഞാൽ കോടതിയിൽ സമർപ്പിക്കേണ്ട തെളിവുകൾ പ്രാപ്തമായിട്ട് കൊടുക്കാത്ത സമയത്ത് പോലും അങ്ങനെ ചെയ്തപ്പോൾ കോടതിക്ക് സ്വാഭാവിക ജാമ്യം കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതി വിശ്വസിച്ചേൽപ്പിച്ച SIT, അതായത് SIT ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് ഇപ്പം വരുന്നത്. അതായത് പപ്പൻ ഉൾപ്പെടെയുള്ളവരെ ഈ പറയുന്ന ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അതായത് അവർക്കെതിരെയുള്ള അഴിമതി ആരോപണത്തിന് വേണ്ട വിധത്തിലുള്ള തെളിവ്, അതായത് ജാമ്യം കിട്ടാൻ പ്രാപ്തമായിട്ട് ഉള്ള രീതിയിലേക്ക് വേണ്ട വിധത്തിലുള്ള തെളിവ് കൊടുക്കാതെ ജാമ്യം കിട്ടാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പരസ്പര ആരോപണമാണ് ഇതിനകത്ത് നടക്കുന്നത്.
SIT അന്വേഷിക്കണം, സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കണം. ഈ പറയുന്ന പപ്പൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അകത്ത് കിടക്കുമ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്ത ഈ CPM എന്ന് പറയുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് നേതാക്കന്മാർ വെളിയിലിറങ്ങി വരുന്നു. ഈ പറയുന്ന പോലെ പ്രകാശിൻ്റെ പേര് പറയുന്നു, ആൻ്റണിയുടെ പേര് പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ പേര് പറയുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാൻ, ഇപ്പോൾ റിപ്പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, എത്രത്തോളം ഉണ്ട്. അദ്ദേഹം പറയുന്ന നെടുമ്പറ ഫിനാൻസിൽ നിന്ന് ആൻ്റണി എന്ന് പറയുന്ന MP പോറ്റിയടെന്ന് കരുതുന്ന പോറ്റിയടല്ല തന്ത്രിയടെന്ന് കരുതുന്ന നിക്ഷേപിച്ചിരുന്ന 2.5 കോടി രൂപ പിൻവലിച്ചിരുന്നു. ആ പിൻവലിച്ചതിന് ശേഷം ഇപ്പം ഈ പല സാമ്പത്തിക സ്ഥാപനങ്ങളും, നമ്മുടെ പോപ്പുലർ പോലെ പല സാമ്പത്തിക സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പൂട്ടിപ്പോവുകയും അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ട് മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം. അപ്പോൾ അത്തരത്തിലുള്ള വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം 10 കൊല്ലം 9 കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന CPMൻ്റെ പത്തനംതിട്ടയിലെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമാണ് ഇത്തരത്തിൽ പത്തനംതിട്ട MP ആയിട്ടുള്ളവരുടെ പേരിൽ ഇതുപോലെ ആക്രമണം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം നടത്തിയിരിക്കുന്നത്. അപ്പം അതിനകത്തും ഈ പറയുന്ന അടൂർ പ്രകാശിൻ്റെ പേര് വരുന്നു, അതുപോലെ തന്നെ ആൻ്റണിയുടെ പേര് പറയുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. ആരാ അന്വേഷിക്കേണ്ടത്? അദ്ദേഹം പറയുന്ന അന്വേഷിക്കണമെന്നുള്ളതിൻ്റെ SIT അല്ലേ അന്വേഷിക്കേണ്ടത്? ഈ SIT എന്ന് പറയുന്ന സംവിധാനത്തെ ഒരുപക്ഷെ കോടതി വെച്ചിരിക്കുന്നെങ്കിലും അതിനകത്ത് ആരൊക്കെയോ ഇടപെടുന്നതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല, മൊത്തത്തിൽ ഇടപെടുന്നു. അതായത് ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ആയാലും കൊള്ളാം, CPMൻ്റെ ആയാലും കൊള്ളാം, MP നിലവാരത്തിൽ നിൽക്കുന്നവരും ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പാർട്ടിയുടെ ഉത്തരവാദിത്തം നിൽക്കുന്നവരും എല്ലാവരെയും കൂടെ കൂട്ടമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ കോടതി നിയോഗിച്ചിരിക്കുന്ന SIT പോലും കൂട്ടുനിൽക്കുന്നു. അതിനുവേണ്ടി ആരെയൊക്കെയോ അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആക്ഷേപമാണ്. ഏതായാലും മുരാരി ബാബു എന്ന് പറയുന്ന ഏറ്റവും വലിയ കാട്ടുകള്ളൻ, എവിടെ കൊള്ള ഈ പറയുന്ന നടത്തും മാസ്റ്റർ എഴുതുന്നു. അതായത് ഇതിൻ്റെ എല്ലാം കൃത്യമായി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വന്നാൽ കോടതിയിൽ പോലും രക്ഷപ്പെടാൻ ഒക്കത്തില്ല എന്നുള്ള രീതി തെളിവുകൾ നശിപ്പിച്ച് കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാസ്റ്റർ തയ്യാറാക്കുന്നതിന് ജാമ്യം കിട്ടി. അവൻ വെളിയിലാണ്. അവൻ്റെ പുറകിൽ ഇപ്പോൾ ED ഉണ്ടെന്ന് പറയുന്നത്, അതിനകത്ത് ഒരു പ്രതീക്ഷ നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വെളിയിൽ നിൽക്കുന്ന പലരുടെയും പുറകിൽ ED ഉണ്ടെന്ന് പറയുന്നത്. ഈ SIT ചെന്നെത്താത്തടത്തൊക്കെ ED നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഏതായാലും SITയുടെ അന്വേഷണം നമുക്ക് യോഗ്യമാകുന്ന രീതിയിൽ, നമുക്ക് തൃപ്തി തരുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണമല്ല. ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റക്കാരാന്ന് കണ്ട് ഒരുപക്ഷെ കോടതി ചൂണ്ടിക്കാണിച്ചവരെ പേരിന് പിടിച്ചകത്തിട്ടിട്ട് അവർക്കെല്ലാം ജാമ്യം കൊടുത്ത് രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ നാളെ കാലത്തെ കോടതിയിൽ വന്നാൽ ഈ കേസ് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് SITയുടെ പ്രവർത്തനം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അല്ലെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊള്ളയായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്വേഷണം എത്രമാത്രം അഗാധമായിട്ടുള്ള രീതിയിൽ നടന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തേണ്ടത്. കാരണം 90 ദിവസത്തിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യമായ തെളിവുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കേണ്ടതായിരുന്നു. അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്വർണ്ണമാണ്, സ്വർണ്ണപ്പാളികളാണ്. അതൊക്കെ എടുത്തുകൊണ്ട് ഉരുക്കി വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അല്ലെങ്കിൽ അത് നേരത്തെ കോടതി സൂചിപ്പിച്ചതുപോലെ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘത്തിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരേണ്ട ചുമതല SITക്കാണ്. അത് നടന്നിട്ടില്ല. സ്വർണം ആരോ ഉരുക്കി അല്ലേ, അതിൻ്റെ കുറച്ച് കഷ്ണമൊക്കെ കിട്ടി. അത് ഏത് സ്വർണം ഉരുക്കിയാൽ സ്വർണം തന്നെയാണ് കിട്ടുന്നത്. ശബരിമല സ്വർണ്ണമാണ് എന്ന് അത് തെളിയിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തെളിവ്. അതുപോലെ ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മൊഴികൾ, അതും പലതരം മൊഴികളാണ്. ഒരു സമയത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി വെച്ച് ഒരു കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പ്രതികളൊക്കെ എന്ത് ചെയ്യും? രക്ഷപ്പെടുന്നത്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിൻ്റെ തെളിവുകളോടുകൂടി ഹാജരാക്കണ്ടേ? അത് നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് കിട്ടിയെന്ന് നടക്കുന്നത്. പോറ്റിക്ക് പല കേസുകളിലും അയാൾ പ്രതിയാണെന്നുള്ളതിൻ്റെ പേരിൽ സ്വാഭാവിക ജാമ്യം ആദ്യത്തെ കേസിൽ കിട്ടിയെങ്കിലും അടുത്തതിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പാടില്ല. മുരാരി ബാബു പുറത്തിറങ്ങി നടക്കുകയാണ്, ഒരു കുഴപ്പമില്ല.
ഇതിൽ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എവിടെ ചെന്നാലും അവിടെ നിന്നൊക്കെ പണം കവരുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇവരാരും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന നിലയിലേക്ക് ഇത് പോവുകയാണ്. ഇതിൽ മുൻ ഭരണസമിതി അംഗങ്ങൾ, ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ, കോൺഗ്രസ് പാർട്ടി, അതേപോലെ CPM, പിന്നെ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് BJP, ഇതെല്ലാം കെട്ടുമണഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. ഇതെങ്ങെത്തും എന്ന് നമുക്ക് കരുതാവുന്ന സ്ഥിതിയല്ല ഉള്ളത്. പത്മകുമാറിന് എന്നാണ് ഇനി ജാമ്യം കിട്ടുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പത്മകുമാറിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും പോറ്റിയെ വീണ്ടും അകത്തിടുന്നതിന് വേണ്ടി വേറെ കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വെച്ച് കെട്ടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പം പോറ്റി അവിടെ കിടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിനകത്ത് എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും SIT സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇതിനകത്തിൻ്റെ പുറകിൽ ഒരു കാർട്ടലാണ്, ഇതിൻ്റെ പുറകിൽ സ്വാധീനമുള്ളവരാണ്. അതായത് SIT എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഒരുപക്ഷെ IPSകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന SIയോ CIയോ ഒക്കെ ആയിരിക്കും. ഇവരെയൊക്കെ നാളെ കാലത്തെ വേണ്ട വിധത്തിൽ പരിഗണിക്കാമെന്ന് പറയുന്ന ആൾക്കാർ വെളിയിലുള്ളപ്പോൾ, അല്ലെങ്കിൽ അതിന് അങ്ങനെ പറഞ്ഞാൽ അത് സാധിക്കുമെന്ന് ബോധ്യമുള്ള ആൾക്കാർ ആണ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അതിന് ബോധ്യമുള്ളവരെയാണ് ഈ അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് സാധ്യതയുണ്ട് ഈ കാർട്ടലിനകത്തും കൊള്ളയ്ക്കകത്തും ഒരുപക്ഷെ SITയും പങ്കാളിയായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ കൂടെ അല്ല, നമ്മൾ പറയത്തില്ലേ മോട്ടിച്ചവനെ അന്വേഷിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്കാണ് മോഷ്ടാവെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ആരാണ് കള്ളൻ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.